സർ സ്റ്റാർട്ട് ചെയ്യാം സർ. Hello everyone. A very good morning to all of you. ഏവരിലും സർവശക്തന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസത്തിനായി ഏവർക്കും ആശംസകൾ അറിയിക്കുന്നു. എൻ്റെ പേര് അബ്ദുൽ വഹാബ്. ഞാനൊരു അധ്യാപകനാണ്. അതുപോലെ നമ്മുടെ വിംബ്ലിൻ്റെ ഒരു ഫാമിലി മെമ്പർ കൂടെയാണ്. അത്യാവശ്യം നമ്മുടെ ഇതിലുള്ള ചില ട്രെയിനിങ് ക്ലാസ്സുകൾ മുമ്പ് എടുത്തിട്ടുണ്ട്. ഞാൻ പുതിയതായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. ഏതായാലും ഒന്നാമതായി ഈ ഒരു സമയത്ത് ലോകം, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ മിക്ക ആളുകളും ഉറങ്ങിയിരിക്കുന്ന ഒരു സമയത്ത് എണീറ്റ് എല്ലാം റെഡിയായി വന്ന് നിൽക്കുന്ന നിങ്ങളെ ആദ്യമേ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു സമയം, ഏതാനും മിനിറ്റുകൾ, അത് ഏറ്റവും വിലപ്പെട്ടതാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കഴിഞ്ഞ പരമാവധി ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഒരു ശ്രമിക്കാമെന്ന് ഒരു ഉറപ്പ് കൂടെ നൽകുന്നു. എൻ്റെ ശബ്ദം ഓക്കെയാണ് എന്ന് വിചാരിക്കുന്നു. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെയാണ് സർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറിയിച്ചാൽ മതി. ഓക്കെ, ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ നൽകിയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സെൽഫ് എസ്റ്റീം ആൻഡ് സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളതാണ്. ഈ രണ്ട് വാക്കുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നില്ല ഇത് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന്. കാരണം ഇതെല്ലാവരും, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. കൂടുതൽ സാധ്യതയുള്ള രണ്ട് വാക്കുകളാണ്. ഈ രണ്ട് വാക്കുകൾ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ അത് ഇന്റർചേഞ്ചബിളായിട്ട് യൂസ് ചെയ്യുന്ന രണ്ട് വാക്കുകളാണ്. പലപ്പോഴും അത് സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സ്ഥാനത്ത് സെൽഫ് കോൺഫിഡൻസ് എന്ന് നമ്മൾ പറയും. സെൽഫ് കോൺഫിഡൻസിനെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എസ്റ്റീം എന്ന് പറയും. അത് ഒരു വലിയൊരു അളവ് വരെ അത് ശരിയുമാണ്. പൂർണ്ണമായി തെറ്റണം നമുക്ക് പറയാൻ സാധ്യമല്ല. പക്ഷേ അത് അങ്ങനെ യൂസ് ചെയ്യുന്നു എന്ന് വെച്ചുകൊണ്ട് അത് രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അടിസ്ഥാനപരമായി. ഇതിൻ്റെ മലയാളം നമ്മൾ പറയുകയാണെങ്കിൽ സെൽഫ് എസ്റ്റീം എന്നുള്ളത് ആത്മാഭിമാനം എന്ന് നമ്മൾ പറയും. അതുപോലെ സെൽഫ് കോൺഫിഡൻസ് എന്നുള്ളത് ആത്മവിശ്വാസം. ഇത് രണ്ടും, അതിൽ കോൺഫിഡൻസ് എന്നുള്ളതൊക്കെ നമ്മൾ പണ്ട് മുതലേ കേട്ടു തുടങ്ങുന്നത്. ഇപ്പോഴാണ് കുറച്ചും കൂടി റീസെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ സെൽഫ് എസ്റ്റീം ഒക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എന്നിരുന്നാലും പ്രത്യേകിച്ചും ഈ ഒരു ഗ്രൂപ്പിലെ ആളുകളെ വെച്ചിടത്തോളം കൂടുതലും അത് എന്താ പറയുക, നമ്മൾ ഈ ഒരു ഇത്തരം ട്രെയിനിങ് ഫീൽഡുകളും ഇത്തരം മോട്ടിവേഷണൽ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന ആളുകളാണ്. അപ്പം എന്തായാലും കേൾക്കാത്തവരുണ്ടാവില്ല എന്ന് ഉറപ്പാണ്. ഞാൻ തുടക്കത്തിൽ ഒരു വ്യക്തിയുടെ പേര് ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു ഭരണാധികാരിയാണ്. ഇതിൻ്റെ പേര് ഇബ്രാഹിം ട്രയോറെ എന്നാണ്. ഇബ്രാഹിം ട്രയോറെ. ഈ ഒരു വ്യക്തിയുടെ പേര് കേട്ടിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയും, ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ആരാണെന്നുള്ളത്. ഇബ്രാഹിം ട്രയോറെ ഇന്ന് നമ്മളെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു പേരാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. നമ്മുടെ ടോപ്പിക്കായിട്ട് എനിക്ക് വെച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നതുകൊണ്ടാണ് ആ പേര് ചോദിച്ചത്. ആരും കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം ട്രയോറെ? ഇവിടെ ഒരു ക്ലൂ പറയാം. നമ്മുടെ ആഫ്രിക്ക കോണ്ടിനെന്റ്, ആഫ്രിക്കൻ വൻകരയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അതിലൊരു ചെറിയൊരു രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിയാണ് അദ്ദേഹം. കേട്ടിട്ടുണ്ടോ ഇബ്രാഹിം ട്രയോറെ? ഇല്ല. ഓക്കെ. ഏതായാലും ഞാൻ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. എന്തായാലും നമ്മൾ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു ആത്മാഭിമാനം, അതുപോലെ തന്നെ ആത്മവിശ്വാസം. സിമ്പിളായിട്ട് പറയാം. തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്റർചേഞ്ചബിളായി ഉപയോഗിക്കും. നമുക്ക് ബെറ്റർ ടു സേ ഇറ്റ് ഈസ് ഇന്റർ റിലേറ്റഡ്. അതായിരിക്കും ആ രണ്ട് വാക്കുകളെ കുറിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല വാക്ക്. ദേ ആർ ഇന്റർ റിലേറ്റഡ്. അതായത് സെൽഫ് എസ്റ്റീമുള്ള ഒരാൾക്ക്, ഹൈ സെൽഫ് എസ്റ്റീമുള്ള ഒരാൾക്ക്, നല്ല ഉയർന്ന ആത്മാഭിമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നല്ല ആത്മവിശ്വാസം ഉണ്ടാകും. തിരിച്ചും വളരെ താഴ്ന്ന
ആത്മാഭിമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആത്മവിശ്വാസം കുറവായിരിക്കും. ഇതേ കാര്യം തിരിച്ചും പറയാം. ഉയർന്ന ആത്മവിശ്വാസമുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ നല്ല സെൽഫ് എസ്റ്റീം ഉള്ള ആളായിരിക്കും. തിരിച്ചും ലോ ആണെങ്കിൽ രണ്ടും ലോ ആയിരിക്കും. അത് രണ്ടും ഒരേപോലെ നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ എന്നൊക്കെ പറയുന്ന പോലെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ആത്മാഭിമാനം അതിന് മറ്റു സിമ്പിളായിട്ട് പറയാം, ഹു ഐ ആം, ഞാൻ ആരാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. നേരെ മറിച്ച് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ വാട്ട് ഐ ക്യാൻ ഡു, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും സെൽഫ് കോൺഫിഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, അറ്റ് പ്രസൻറ്റ് ഞാൻ ആരാണ്, അങ്ങനെ പറയുമ്പം മൈ വാല്യൂസ്, ഓക്കെ, അതുപോലെ തന്നെ മൈ കേപ്പബിലിറ്റീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു എൻ്റെ വാല്യൂസ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ ഷുഡ് അപ്രീഷിയേറ്റ് മൈസെൽഫ്. നമ്മൾ ഒരുപാട് നമ്മുടെ ഈ ഇവിടെയുള്ള സെഷനുകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലേ. നമ്മൾ പറയാറുണ്ട് ഏറ്റവും വലിയ ലേണിംഗ് എന്താണെന്ന് ചോദിച്ചാൽ അത് ലേണിംഗ് അബൌട്ട് സെൽഫ് എന്നുള്ളതാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുക. കാരണം പൊതുവെ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ കേൾക്കാറുള്ളതാണ്. ഇപ്പോൾ മറ്റൊരാളെ കുറിച്ച് നമ്മളോടൊരു പേപ്പർ എടുത്തിട്ട് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആരും ആയിക്കോട്ടെ ഒരുപാടങ്ങ് എഴുതാൻ പറ്റും അയാളുടെ ക്വാളിറ്റീസിനെ പറ്റി. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളോടൊരു പേപ്പർ എടുത്ത് നമ്മളെ പറ്റി ഒന്ന് എഴുതാൻ പറഞ്ഞാൽ അത് നമ്മൾ തപ്പിത്തടയും. ആദ്യത്തെ 1-2-3 നമ്മൾ എഴുതും. ബട്ട് ഈ ലിസ്റ്റിൽ അതവിടെ ഇങ്ങനെ തടഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം വി ഡിഡിൻ തിങ്ക് അബൌട്ട് അവർ സെൽഫ്. നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. നമ്മൾ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. നമ്മൾ ആരാണെന്ന് അറിയാതെ നമ്മുടെ കഴിവെന്തെന്നറിയാതെ നമുക്ക് തീർച്ചയായും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മളെക്കുറിച്ച് ഉള്ള ബോധ്യം. അപ്പോൾ എല്ലാ മനുഷ്യരും ജനനം ജനിച്ച് ജീവിച്ചു പോകുന്ന ഏതൊരു മനുഷ്യരും ബേസിക്കലി എല്ലാവരും ഒന്നാണ്. എല്ലാവർക്കും ഒരേ ബേസിക് നീഡ്സ്, ബേസിക് സ്കില്ലെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. എന്നാൽ ചില സ്കില്ലുകൾ അത് ഉയർന്നു നിൽക്കും, അതേപോലെ ചില സ്കില്ലുകൾ അത് പിന്നെ ലോ ആയിരിക്കുന്നു മാത്രം. ഒരുപാട് സ്കില്ലുകളിൽ നമുക്ക് നമുക്കൊരു നമ്പർ ഇട്ടുകൊണ്ട് 2-3 ദിസ് ഈസ് മൈ ഐ എം എക്സ്പേർട്ട് ഇൻ ദിസ് സ്കിൽ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ ബേസിക്കലി എല്ലാവരും മനുഷ്യന്മാരൊക്കെ തുല്യമായ കഴിവുകളുള്ളവരാണ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഏറ്റവും ഒന്നാമതായി നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ സാധാരണ ഇപ്പം സെൽഫ് എസ്റ്റീം പറയുമ്പം ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾ അയാൾ ഒരിക്കലും അയാളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യൂല. ഹി വിൽ കമ്പയർ ഹിംസെൽഫ്. He will compare himself with yesterday, how he was yesterday. ഇന്നലത്തെ അപേക്ഷിച്ച് എനിക്ക് ഇന്ന് എങ്ങനെ ഐ ക്യാൻ ബി ബെറ്റർ ദാൻ യെസ്റ്റർഡേ, അങ്ങനെ ചിന്തിച്ച് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓഫ് കോഴ്സ് ഇന്നലെ ഐ ഹാവ് ഡൺ മെനി തിങ്സ്. ഇന്നലെ എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ യെസ്റ്റർഡേ മീൻസ് മൈ പാസ്റ്റ്. എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഐ ആം സ്റ്റാർട്ടിങ് ടു അപ്രീഷിയേറ്റ് മൈസെൽഫ്. ആ നേട്ടങ്ങൾ അത് വെറുതെ ഉണ്ടായതല്ല. ഐ അച്ചീവ്. അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് നമ്മളിലേക്ക് ഒന്ന് പിന്നെ എന്താ പറയാ ഉൾവരിക എന്നല്ല ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് നമ്മളിലേക്ക് ഒന്ന് വരിക. ജസ്റ്റ് കം ടു അവർ സെൽഫ്. അങ്ങനെ വി സ്റ്റാർട്ട് അപ്രീഷിയേറ്റിംഗ് അവർ സെൽഫ്. യെസ് യു ക്യാൻ, നോട്ട് യു ക്യാൻ ബട്ട് യു ഹാവ് ദിസ് മച്ച് വാല്യൂസ്, യു ഹാവ് ദിസ് മച്ച് സ്കിൽസ്. നിനക്ക് ഇത്രയൊക്കെ കഴിവുകളുണ്ടല്ലോ, നീ ഇത്രയൊക്കെ നേടിയിട്ടുണ്ടല്ലോ. പിന്നെ ഇന്ന് നടന്ന ഒരു ടെസ്റ്റിൽ നീ അങ്ങ് അത് പിന്നെ ഫെയിലായി എന്ന് കരുതി, ഇന്നത്തെ ഒരു ഇന്റർവ്യൂവിൽ നീ ഫെയിലായി എന്ന് കരുതി, ഇന്നത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിനക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി നീ ഒരു തോൽവിയല്ല. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. നിനക്ക് ഒരുപാട് കഴിയും, നിനക്ക് ഒരുപാട് സാധിക്കുമെന്ന് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്താം. കാരണം ഇന്ന് നമുക്ക് സംതിങ് നമ്മൾ ഇഷ്ടപ്പെടാത്തതും സംഭവിച്ചു, നമ്മൾ ഒരു പരീക്ഷ എന്തോ ആയിക്കോട്ടെ. പക്ഷേ അതിനർത്ഥം ഇന്നത്തെ ആ പരീക്ഷ നീ തോറ്റു, ശരിയാ. പക്ഷെ ഇന്നലകളിൽ ഒരുപാട് പരീക്ഷകൾ നീ ജയിച്ചിട്ടാണ് നീ ഇവിടെ എത്തിയിട്ടുള്ളത്. സോ വി ആർ ജസ്റ്റ് ട്രൈ ടു ഓവർകം ദാറ്റ് സിറ്റുവേഷൻ. നമ്മൾ അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കാൻ, എങ്കിൽ മാത്രമേ വി ക്യാൻ ഗോ ഫോർവേഡ്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളെ തന്നെ മനസ്സിലാക്കി അങ്ങനെ നമ്മളെ വാല്യൂ ചെയ്ത് നമ്മളെ റെസ്പെക്ട് ചെയ്ത് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാകുമ്പോഴേക്കും ഞാനൊരു തോൽവിയാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇന്ന് തോറ്റിരിക്കുന്നു, അത് അക്സെപ്റ്റ് ചെയ്യുക. അതും ഈ നമ്മൾ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുടെ വലിയൊരു ക്വാളിറ്റിയാണ്. ദേ വിൽ അഡ്മിറ്റ് ദർ മിസ്റ്റേക്ക്. നമുക്കുണ്ടായ മിസ്റ്റേക്ക് അത് അഡ്മിറ്റ് ചെയ്യണം.
യെസ്, ഇറ്റ്സ് ഹാപ്പൻ ടു മീ, വാട്ട് എവർ മേ ബി. അത് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ബട്ട് ദ തിങ് ഈസ് എനിബഡി ക്യാൻ ഹാപ്പൻ. ഐ വാണ്ട് ടു ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ്. ഇത് ഞാൻ ഒരിക്കലും ഇനി റിപ്പീറ്റ് ചെയ്യുകയില്ല. കാരണം ബിക്കോസ് ഓഫ് സം മിസ്റ്റേക്ക് മേ ബി ദ റീസൺ മേ ബി മെനി. ഐ വിൽ കറക്റ്റ് ദാറ്റ് മിസ്റ്റേക്സ്. ഇനി അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് തീരുമാനിക്കുന്നതോട് കൂടിയാണ് അങ്ങനെ നമ്മളെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മളെ വാല്യൂ ചെയ്ത് നമ്മളെ റെസ്പെക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം ഇമ്പ്രൂവ് ചെയ്യാം. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ റിലേഷൻഷിപ്സ് എല്ലാം അടിപൊളിയാവും. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ദേ വിൽ നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ബേസിക്കലി ഒരു കുട്ടി വളരുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, കുട്ടി വളരുമ്പോൾ ഹീ ഈസ് വെരി മച്ച് ക്യൂരിയസ് അല്ലേ. ഒരു കുട്ടി വളരെയധികം ആകാംക്ഷയോടുകൂടി, കാരണം ഒരു തീ കാണുമ്പോൾ ചെറിയ കുട്ടി അതിൽ പിന്നെ ഈ സംതിങ് ഡിഫറെൻറ്റ് എസ്പെഷ്യലി സീസ് ഫോർ ദ ഫസ്റ്റ് ടൈം ആദ്യം അതിന് പോയി തൊടും. കാരണം he want to know, he want to experience it. Once he understood it is not good for me, then he will learn from that one, he will return back. പിന്നീട് ഒരു തീ കാണിച്ചു കൊടുത്താൽ അവർ ചെയ്യൂല. നേരെ മറിച്ച് ആ ഒരു കുട്ടി ഉദാഹരണം പറഞ്ഞത് മാത്രം. അങ്ങനെ ഒരു കുട്ടി പിന്നെ എന്താ പറയുക, ഒന്നും സ്വന്തമായി ചെയ്യാൻ പറ്റാത്തടത്ത് നിന്ന് എല്ലാം ചെയ്യാൻ പറ്റാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന അവൻ്റെ ആ വഴിയിൽ അവിടെ ഒരുപാട് ആളുകൾ വരും. ഈ സെൽഫ് എസ്റ്റീം എന്നുള്ളത് നമ്മുടെ എന്താ പറയുക എൻവിയോൺമെന്റ്, എക്സ്പീരിയൻസ്, അതിലൂടെയൊക്കെ നമ്മൾ ആർജിച്ചെടുക്കുക മീൻസ് വി ആർ ഇംപ്രൂവിങ് അവർ സെൽഫ് എസ്റ്റീം. കാരണം നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നതും വർക്കുന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ, ഈ എക്സ്പീരിയൻസുകൾ സം ആർ ചിലതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ടു ഇംപ്രൂവ് അവർ സെൽഫ് എസ്റ്റീം. നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ തളർത്തുന്നതും അതിന് കൊടുത്തിട്ടുണ്ടാവും. നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുന്നതും നമ്മളെ തളർത്താവുന്ന, അതായത് നമ്മുടെ സെൽഫ് എസ്റ്റീമിനെ ലോ ആക്കുന്ന റീസണുകളും കാര്യങ്ങളൊക്കെ നമ്മളെ സറൗണ്ടിങ്ങിൽ സംഭവിക്കും. ഇവിടെയാണ് നമ്മൾ പറയാനുള്ളത് അല്ലേ, നമുക്ക് എപ്പോഴും പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹി ക്യാൻ ഇംപ്രൂവ് മെനി മച്ച് മോർ. ആള് മെന്റലി കുറച്ചും കൂടി അടിപൊളി ഉഷാറാവും, ഹെൽത്തി ആവും, നല്ല ഏത് പ്രശ്നങ്ങളെ റെസിലിയൻ്റ് ആവും. കാരണം പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഹി വിൽ സ്റ്റാൻഡ് അപ്പ് എഗെയിൻസ്റ്റ് ഇറ്റ് അല്ലേ. ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടി എണീറ്റ് നിൽക്കാനാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലാതെ കാണുമ്പോഴേക്ക് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എനി അതർ ആൾട്ടർനേറ്റീവ് ടു എസ്കേപ്പ് അതർ ദാൻ നോ. ഇഫ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഫൈറ്റ് ചെയ്യുക എന്നുള്ള തീരുമാനമാണ് അവിടെ ഏറ്റവും പ്രധാനം. ആ തീരുമാനം എന്ന് പറഞ്ഞത് ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾക്ക് മാത്രമേ പറ്റുള്ളൂ. വളരെ മേ ബി ലൈഫിൽ ഏത് സന്ദർഭം ആയിക്കോട്ടെ, ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആത്മാഭിമാനമുള്ള ആൾക്ക് എനിക്കത് പറ്റുമെന്ന്, എനിക്ക് ഇന്നൊക്കെ കഴിവുണ്ടെന്നും ബോധ്യമുള്ള ആളല്ലേ എനിക്കുള്ളൂ. നേരെ മറിച്ച് എനിക്കൊണ്ട് ഒന്നും കഴിയില്ല. ലോ സെൽഫ് എസ്റ്റീമിന്റെ ഒരു ഇൻഡിക്കേഷൻ അതാണ്. അയാൾ ഹി വിൽ നോട്ട് വാല്യൂ ഹിംസെൽഫ്, ഹി ഡോണ്ട് നോ ഹു ഹി ഈസ്. എൻ്റെ കഴിവ് എന്താണെന്നോ എനിക്ക് എന്തൊക്കെയുണ്ടെന്നോ ഒന്നും അറിയില്ല. ഒരു ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആളെ ഏറ്റവും നല്ല ഒരു പിന്നെ എന്താ പറയുക, ആളെ പരിചയപ്പെടുത്താൻ നല്ലത് ഹി ഓൾവേസ് ട്രൈ ടു ലിസൺ വാട്ട് അതേഴ്സ് ടെൽ അബൌട്ട് മീ. മറ്റുള്ള എന്നെക്കുറിച്ച് എന്ത് പറയുന്നത് കേൾക്കാനാണ് ആൾ കൂടുതൽ ഇഷ്ടപ്പെടുക. ഓഫ് കോഴ്സ് ഈ എക്സ്പെക്ട് ഓൺലി പോസിറ്റീവ് വേർഡ്സ്. പോസിറ്റീവ് വേർഡ്സ് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ബട്ട് അങ്ങനെയല്ലല്ലോ സംഭവിക്കുക. ഒരുപാട് നെഗറ്റീവ്സ് വരും. എസ്പെഷ്യലി നമുക്കറിയാം ഇന്നത്തെ കാലത്തൊക്കെ ഫ്രണ്ട് സർക്കിളിൽ നിന്നായിരിക്കാനും, ഫ്രണ്ട് സർക്കിളായാലും, നമ്മുടെ വീടുകളിൽ നിന്നായാലും, നമ്മുടെ വർക്ക് പ്ലേസ് ആയാലും, നമ്മുടെ സ്കൂൾ എഡ്യൂക്കേഷൻ, വാട്ട് എവർ മേ ബി, നമ്മുടെ പ്രിമൈസ്, നമ്മുടെ സറൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൂടുതലും നമുക്ക് നെഗറ്റീവ്സ് തരുന്ന ആളുകളായിരിക്കും ഉണ്ടാവുക. അവിടെ ഈ നെഗറ്റീവ്സ് കേൾക്കുമ്പോഴേക്ക് അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് അതങ്ങ് എടുത്ത് അല്ലേ, ഞാൻ സപ്പോസ് ഇന്ന് സംതിങ് ഐ ലോസ്റ്റ്, അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ എന്ത് തോൽവിയടാ നീ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു. ഈ ലോ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾ അതങ്ങ് എടുക്കും, അതെ ഞാൻ തോൽവിയാണ്. അങ്ങനെ ഒരു 10 ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹി ഡിസൈഡ് ഓക്കെ ഞാൻ തോൽവിയാണ്. പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരാൾക്ക് ഒരിക്കലും ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ കുറവായിരിക്കും. ഹി കാൺ ഗോ ഫോർവേഡ്, ഹി വിൽ നോട്ട് ടേക്ക് അദ്ദേഹത്തിന് എനിക്കത് പറ്റുമെന്ന് ഒരിക്കലും തോന്നില്ല. അപ്പോൾ വെരി ബേസിക്കലി ഞാൻ ഇത് പറയാൻ കാരണം, നമ്മുടെ സെൽഫ് എസ്റ്റീം എന്നുള്ളത് നമ്മുടെ വളർന്നു വരുന്ന കാലഘട്ടത്തിനിടയിൽ പലരും നമുക്ക് തന്ന സ്ട്രോക്കുകളുടെ ഒരു ആകത്തുക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും.
അവിടെ നമുക്ക് കൂടുതൽ പോസിറ്റീവാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ സെൽഫ് എസ്റ്റീം ഹൈ ആയിരിക്കും. അവിടെ നമുക്ക് കൂടുതൽ നെഗറ്റീവാണ് ആവുകയും അതിൽ നിന്നും നമ്മളെ ഓവർകം ചെയ്യാൻ സഹായിക്കാൻ പറ്റുന്ന ആരും അവിടെ ഇല്ല. നമ്മുടെ ജീവിത വഴി ഇല്ല എങ്കിൽ നമ്മളുടെ സെൽഫ് എസ്റ്റീം ലോ ആയിരിക്കും. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അങ്ങനെ പോകുന്ന ഒരാൾക്ക് ഒരുപാട് മിസ്റ്റേക്കുകൾ സംഭവിക്കും, ഒരുപാട് ഫെയിലിയറുകൾ ഉണ്ടാവും. അതെല്ലാം ഇറ്റ് വിൽ ഇൻക്രീസ് ഹിസ് ആ ഒരു എന്താ പറയുക ഇന്റൻസിറ്റി കുറയ്ക്കുക ചെയ്യുള്ളൂ. സെൽഫ് എസ്റ്റീം അത്രയും കുറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ആളുടെ ആത്മവിശ്വാസവും കുറയും. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില സ്ലേവറീസ് അല്ലേ, ചില അടിമത്തങ്ങളിലാണ് ഉണ്ടാവുക. മറ്റു പലരും നമ്മളെ പറഞ്ഞ് വെച്ച അല്ലേ, ഞാൻ പറഞ്ഞ നെഗറ്റീവ് സ്റ്റോക്കുകൾ പറഞ്ഞു വെച്ച ആ ഒരു അടിമത്തത്തിന്റെ തണലായിരിക്കും നമ്മൾ പലപ്പോഴും ഉണ്ടാവുക. അവിടെ നമുക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവണമെങ്കിൽ സംബഡി ഷുഡ് കം ആൻഡ് ഹെൽപ്പ് us ടു ഇംപ്രൂവ്. ഓക്കെ. അതായത് പിന്നെ പറയുമ്പോൾ ഞാൻ ഈ തുടക്കത്തിൽ ചോദിച്ച ഇബ്രാഹിം ട്രയോറെ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ ആഫ്രിക്കൻ വൻകരയിലെ ബുർക്കിന ഫാസോ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം സത്യം ഒരുപാട് മിലിറ്ററി പിന്നെ എന്താ പറയുക, അദ്ദേഹം അവിടുത്തെ ഒരു മിലിറ്ററി ഇതിൻ്റെ വലിയൊരു ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. പിന്നീട് അദ്ദേഹം അത് പ്രസിഡന്റായി മാറുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വരുന്നതോടുകൂടി ആ രാജ്യവും അതിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഈ ആഫ്രിക്ക എന്നുള്ള മൊത്തം ആ വൻകരയുടെ കാര്യത്തിലൊക്കെ അദ്ദേഹം ആ ഒരു ചെറിയ ഇല്ലേ, സൗത്ത് ആഫ്രിക്ക പോലുള്ള വലിയ വലിയ രാജ്യങ്ങൾ അവിടെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു ചെറിയ രാജ്യത്തിൻ്റെ ഈ ഭരണാധികാരിയാണ് ഇന്നും ആഫ്രിക്കക്കാർ മൊത്തത്തിൽ അവരൊരു ഹീറോ ആയിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ആഫ്രിക്ക കാലങ്ങളായി മറ്റ് ഫ്രഞ്ച് കോളനികളുടെ അടിമത്തത്തിലായിരുന്നു. അദ്ദേഹം പറയുന്നില്ല, തുടക്കത്തിൽ അവർ പിന്നെ എന്താ പറയുക ഫോഴ്സുമായി വന്നു. അങ്ങനെ പിന്നീട് അവർ പിന്നെ എന്താ പറയുക പല രീതിയിലും വന്നു. അവസാനം ഇപ്പോൾ ഒരുപാട് ലോണും അതുപോലുള്ള കാര്യങ്ങളും തന്നുകൊണ്ട്, അതായത് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, കാരണം അവിടെ ഒരുപാട് മൈനുകൾ, ഗോൾഡ് മൈൻ, മറ്റത്തിൽ ഒരുപാട് മിനറൽസ് ഒക്കെ ഒരുപാട് അത്രയും ഉള്ള ഒരു രാജ്യമാണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് പല വെസ്റ്റേൺ കൺട്രീസും യൂറോപ്യൻ കൺട്രീസും എല്ലാം അവിടെ വന്ന് ഇവരെ കോളനികളാക്കി. കോളനിയാക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെ പഴയകാല ഇന്ത്യ ചരിത്രമൊക്കെ അറിയാം. ആദ്യമേ അല്ലേ നീ ഇന്നവനാണ്, നീ ഒരു പുലയനാണ്, അല്ലെങ്കിൽ നീ ഒരു ദളിതനാണ് എന്നിങ്ങനെ പറഞ്ഞ് കേട്ട ഒരു ആളെ സംബന്ധിച്ചിടത്തോളം ഹി ടേക്ക് ഇറ്റ് ഹിംസെൽഫ്, ദെൻ ഹി കാൻ കം ഔട്ട് ഫ്രം ദാറ്റ് വൺ. ഇതുപോലെ നമ്മുടെ ഈ ആഫ്രിക്കയിൽ അവർ വിചാരിച്ചു, അതെ ഞങ്ങൾ ഇവർക്ക് വേണ്ടി, കാരണം ആഫ്രിക്ക എന്ന നാട് ഇവരുടെയാണ്, ഈ നാട്ടിലെ മൈനുകളും ഇവരുടെയാ. പക്ഷേ ഒരിക്കലും അതിൽ നിന്ന് അവർക്കൊന്നും കിട്ടിയിരുന്നില്ല. നേരെ മറിച്ച് ഇതിന്റെ വില മനസ്സിലാക്കി ആളുകൾ വന്ന് അവരെ അടിമകളാക്കി അവിടെ അവർക്ക് വേണ്ടി ജോലി എടുക്കാൻ മാത്രം, അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ലാത്ത വിധം അവരെ അടിമത്തത്തിലാക്കി. അത് ഈ ഒരു അടിമത്തത്തിൽ നിന്നും ഇപ്പോൾ ആ ഒരു നാടിനെ മൊത്തം ഈ ഒരു വ്യക്തിയുടെ ഈ ഗ്രാൻഡ് എന്ന് പറയുമ്പം ഹി ഹാസ് എ വെരി ഗുഡ് ഹൈ സെൽഫ് എസ്റ്റീം പറഞ്ഞാൽ, കാരണം ആടെ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കാം. അദ്ദേഹത്തിന്റെ ഒരു ആഫ്രിക്കൻ ഇന്ന് വരെ നമ്മൾ ഒരു നെൽസൺ മണ്ടേലൊക്കെ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഫ്രീഡത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഈ അപ്പാർത്തൈഡ് പിന്നെ ഇതിന് തൊട്ടുകൂടായ്മക്കെതിരെയൊക്കെ അടിമത്തത്തിനെതിരെ സംസാരിച്ച ആളാണെങ്കിൽ പോലും ഒരു ആഫ്രിക്കൻ ഭരണാധികാരിയിൽ നമ്മൾ ഇന്നുവരെ കേൾക്കാത്ത പുതിയ പുതിയ കാര്യങ്ങളാണ്. അത്രയും ഹൈ എന്താ പറയുക സെൽഫ് എസ്റ്റീം ഉള്ള, വളരെ കാഴ്ചപ്പാടുള്ള, അതായത് ഈ ബ്രാൻഡാര പറഞ്ഞത് ഇത്രയും ഇനി ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്ക് വേണ്ടത് ലോണോ, ഞങ്ങൾക്ക് വേണ്ടത് ഔട്ട്സൈഡ് സഹായങ്ങളോ, ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഒരു സാധനവും, ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കും, കാരണം ഞങ്ങൾക്കെല്ലാം ഇവിടെ ഉണ്ട്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഹി അണ്ടർസ്റ്റുഡ്, ഒരു വ്യക്തി നിലക്ക് നമ്മൾ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ വെൽത്ത് മനസ്സിലാക്കി. അതൊരു സിമ്പിൾ കാര്യമല്ല. അങ്ങനെ ഇന്ന് ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചുകൾ അവിടെ അദ്ദേഹം കൊണ്ടുവരാൻ, ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ആഫ്രിക്കൻ കൺട്രീനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റൊരു യൂറോപ്യൻ കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. നോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഉള്ള റിസോഴ്സുകൾ വെച്ച് എങ്ങനെ ചെയ്യാൻ പറ്റും, ഇല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങൾ വെപ്പൺസ് ഉണ്ടാക്കും, ഞങ്ങൾ ഒരിക്കലും ഇമ്പോർട്ട് ചെയ്യില്ല, പക്ഷെ ഫെയിലിയർ ആവാം, അതിൽ നിന്ന് കറക്റ്റ് ചെയ്ത് ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പോകും എന്ന് കരുതി ഫസ്റ്റ് ഫെയിലിയറിൽ ഞങ്ങൾ നിർത്തിവെച്ച് പുറത്തുനിന്ന് ഇനി ഒരു അടിമത്തത്തിലേക്ക് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രയും വലിയൊരു ഭയങ്കര എന്താ പറയുക, അത്രയും ഹൈ അദ്ദേഹത്തിന്റെ സ്പീച്ചുകൾ ഇവിടെ നമുക്ക് ഒരുപാട് ഷോർട്സുകൾ കാണാൻ പറ്റും. എന്നെ വെച്ചാൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ആ ഒരു പേര് കടന്നു വരുന്നത്. പക്ഷെ ഈ ഒരുപാട് ഇന്റേണൽ ആയിട്ടുള്ള ഒരുപാട് പിന്നെ എന്താ പറയുക ആഫ്രിക്കൻ കൺട്രീസിൽ
പല രാജ്യങ്ങളിലും ഇന്ത്യയിലെ ഒരുപാട് കാര്യങ്ങൾ ഈ അടിമത്തത്തിന് പുറമെ ചില ആന്റി സോഷ്യൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകളൊക്കെ അവിടെ ഉണ്ട്. അവരെല്ലാം 20ഓളം പിന്നെ എന്താ പറയാ മർഡർ അറ്റംപ്റ്റുകളിൽ നിന്നും ഈ മനുഷ്യൻ അദ്ദേഹം വെറും 36-37 വയസ്സുള്ളൂ. അദ്ദേഹം ഈ അതിജീവിച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട്. പക്ഷെ അദ്ദേഹം നിന്നില്ല. അദ്ദേഹം ഹീസ് ദാറ്റ് മച്ച് അത്രയും ഹൈ വിഷനുള്ള ആളാണ്. ആക്ച്വലി ഹീസ് ഹൈ സെൽഫ് എസ്റ്റീം ഓൺലി മേക്ക് ഹിം കോൺഫിഡൻറ്റ് ദാറ്റ് he can do so through the way he can bring അദ്ദേഹത്തിന്റെ ജനങ്ങൾ അദ്ദേഹത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. അത് മാത്രമല്ല, he is now talking always that you necessity of union of ആഫ്രിക്ക ഒരുപാട് കൺട്രീസാണ്. അത് അദ്ദേഹം പറയും നമ്മളെല്ലാം ഒന്നായി കഴിഞ്ഞാൽ പിന്നെ ഒരു യൂറോപ്യൻസും നമ്മുടെ മുമ്പിൽ വരില്ല, കാരണം നമ്മളായിരിക്കും ഹൈ എന്ന് പറയുന്നുണ്ട്. അത്രയും വിഷനുള്ള ഒരാളാണ്. അത് എക്സാമ്പിൾ ആയിട്ട് പറയാൻ കാരണം എന്നെ വെച്ചിടത്തോളം അദ്ദേഹത്തിന്റെ തുടർച്ചയുള്ള നമ്മൾ ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരുപാട് സ്പീച്ചുകൾ കാണുമ്പോൾ ഇറ്റ്സ് വെരി അമേസിങ്. അത്രക്കും എന്താ പറയുക, നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതോളൂ, ഒരു ഒരു ഭരണാധികാരിക്ക് ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നാടിനെ, ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വെച്ചിടത്തോളം ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് ഹൈ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഓഫ് കോഴ്സ് ഇമ്പ്രൂവ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം പറഞ്ഞല്ലോ, നമ്മുടെ മുന്നോട്ടുള്ള വഴി ഫെയിലിയറുകൾ ഉണ്ടാവും. ആ ഫെയിലിയർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഒരു നല്ല സെൽഫ് എസ്റ്റീമിന്റെ പിന്നെ എന്താ പറയുക ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞതൊക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ദേ വിൽ വാല്യൂ ദംസെൽഫ്. അവരവരെ തന്നെ റെസ്പെക്ട് ചെയ്യും. അവരുടെ ചെറിയ ചെറിയ നേട്ടങ്ങൾ അവരെ സെലിബ്രേറ്റ് ചെയ്യും. നന്നായി സെലിബ്രേഷൻ മീൻസ് അത് നാലാൾ കാണുമൊന്നുമില്ല. ദേ സെലിബ്രേറ്റ് ദംസെൽസ്. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്യും, ദേ ട്രൈ ടു സെൽഫ് മോട്ടിവേറ്റഡ്. അങ്ങനെ അവർ സ്വാഭാവികമായും നല്ല സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾക്ക്, ഉയർന്ന സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു കാര്യം വരുമ്പോൾ ഹി ഹി വിൽ ഒരു സംതിങ് ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ വരികയാണ്, ഹി ട്രൈ ടു റിലേറ്റ് ദ സിറ്റുവേഷൻ വിത്ത് ഹിസ് പ്രീവിയസ്. മുമ്പുണ്ടായ ഇതുപോലെ കാര്യങ്ങൾ അവിടെ അദ്ദേഹം എന്ത് ചെയ്തു, അവിടെ എന്തൊക്കെ മിസ്റ്റേക്ക് പറ്റി, ഹി ട്രൈ ടു കറക്റ്റ് ആൻഡ് ദെൻ ഹി അപ്ലൈ ഹിസ് എക്സ്പീരിയൻസ് ലേണിംഗ്. എന്നിട്ട് ഇവിടെ അത് അപ്ലൈ ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടെ അതിനെ ഫേസ് ചെയ്യും. ഇഫ് സ്റ്റിൽ ഫെയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഡ്രൈവറെ പറയുന്നുണ്ട്, ഞങ്ങൾ വെപ്പൺസ് ഉണ്ടാക്കും. കാരണം നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും ഇന്ന് അമേരിക്ക പോലുള്ള വലിയ വലിയ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാണ്. ഈ ചെറിയ ആഫ്രിക്കയിലെ ഒരു ചെറിയ രാജ്യത്ത് നിന്നും എണീച്ചിട്ട് അദ്ദേഹം പറയാണ്, ഞങ്ങൾ വെപ്പൺ വാങ്ങില്ല, ഞങ്ങൾ ഉണ്ടാക്കും. അവിടെ ഞങ്ങൾക്ക് ഫെയിലിയർ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഹി അഡ്മിറ്റ് സംടൈംസ് ദേർസ് എ പോസിബിലിറ്റി ഓഫ് ഫെയിലിയർ. അതാണ് ഇതിന്റെ മുന്നോട്ടുള്ള വഴികളെല്ലാം അദ്ദേഹം കാണുന്നു. അവിടെ ഫെയിലിയർ ഉണ്ടാകും. യെസ്, ഫെയിലിയർ ഉണ്ടായാൽ നമ്മൾ അത് വീണ്ടും ഞങ്ങളത് പിന്നെ അത് കറക്റ്റ് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യത്തിൽ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ മാത്രമേ നമ്മുടെ എന്താ പറയുക നമുക്ക് മുന്നോട്ട് പോകാം. ഇത് ഒരു പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്കൊക്കെ ഇതൊന്നും എടുക്കുക. പലപ്പോഴും ഒരു ഇല്ലേ, നമ്മൾ പാരൻസ് എന്നുള്ളവർക്ക് അവർ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അവരുടെ മക്കൾക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ മറ്റൊരാളെ പേഴ്സണലി കമ്പയർ ചെയ്യാണ്. അതിനേക്കാളും എന്നെ കമ്പയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു വലിയ ഘടകം എന്താ, തുടക്കം മുതലേ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത്, നീ അവനെ കണ്ടില്ലേ, അല്ലെ അധ്യാപകൻ പറയാണ് ക്ലാസ്സിൽ, അധ്യാപകൻ നീ പിന്നെ അവനെ കണ്ടു പഠിക്കി, അല്ലെങ്കിൽ നീ അവനെ കണ്ടില്ലേ, ഹീസ് എൻ്റയർലി ഡിഫറെൻറ്റ്. ഞാൻ വേറെയാണ്, എൻ്റെ കഴിവുകൾ വേറെയാണ്, എൻ്റെ കപ്പാസിറ്റി, എൻ്റെ വീക്ക്നെസ് വേറെയാണ്, അയാൾ വേറെയാണ്. പക്ഷെ ഇതൊന്നും അറിയാതെ അറിവില്ലായ്മ കൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ, പലപ്പോഴും അധ്യാപകരൊക്കെ വിദ്യാർത്ഥികളെ പരസ്പരം കമ്പയർ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പാരൻസ് കമ്പയർ ചെയ്യാറുണ്ട്. ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സും ഇല്ലേ, ഇപ്പോൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഒരു ടെസ്റ്റ് ചെയ്ത് അതിൽ കുറച്ചാൾ പാസ്സായി, കുറച്ചാൾ പാസ്സായില്ല. പാസ്സാവാത്തവനെ പോയിട്ട് നീ അവരെ കണ്ടു പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ കാര്യമുള്ളത്? ഓട്ടോമാറ്റിക്കലി ഈ തരം നെഗറ്റീവ് സ്ട്രോക്കുകൾ തരുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സെൽഫ് എസ്റ്റീം ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ, നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കാത്ത എന്ത് പ്രിമൈസസ് ആയിക്കോട്ടെ, അത് ഫ്രണ്ട് സർക്കിൾ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവിടെ നമ്മൾ അധികകാലം നിൽക്കരുത് എന്നുള്ളതാണ്. വൺസ് നമ്മൾക്കത് മനസ്സിലായാൽ, ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എൻ്റെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എൻ്റെ ഈ ഒരു കമ്പാനിയൻഷിപ്പ് അതെനിക്ക് നല്ലതല്ല, എന്നെ തളർത്താനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് ഇറ്റ്. അത് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് പോരാനുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ് ഹൈ സെൽഫ് എസ്റ്റീമിൻ്റെയും
കോൺഫിഡൻസിൻ്റെയും മറ്റൊരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ, പിന്നെ ഈ സെൽഫ് എസ്റ്റീമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അതിന് പിന്നെ ചില എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം, ഞാൻ ഈ പറഞ്ഞ ഇത്രയും നേരം ചർച്ചയിലെല്ലാം അതുണ്ട്. അതിനപ്പുറത്തേക്ക് എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിൽ ചില കാര്യങ്ങൾ പറയണ്ട. ഒന്ന് പിന്നെ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ ചെറിയ ചെറിയ നേട്ടങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ഒന്ന് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാം നമ്മുടെ സ്വന്തം നേട്ടങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു റൈറ്റ് എന്തൊക്കെ നേട്ടങ്ങൾ എനിക്കുണ്ടായി. ഫസ്റ്റ് റൈറ്റ് അബൌട്ട് പോസിറ്റീവ്സ് ഓൺലി. എന്തൊക്കെ കഴിവുകൾ എനിക്കുണ്ട്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ പാസ്റ്റ്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക. പിന്നെ സെൽഫ് ടോക്ക് എന്ന് പറയും. നമ്മൾ തന്നെ പറയാം, നീ മുമ്പ് നീ വിജയിച്ചിട്ടുണ്ട്, നീ നേടിയിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് നേടാൻ പറ്റും, നീ ഇത്ര കഴിവുള്ളവനാണ് എന്ന് നമ്മളെ തന്നെ എന്ത് ചെയ്യുക, സെൽഫ് ടോക്ക് നടത്തുക എന്ന് പറയാറുണ്ട്. ഇതുപോലെ പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നെഗറ്റീവ് സ്റ്റോക്ക് തരുന്ന അത്തരം സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ കഴിഞ്ഞ പരമാവധി വിട്ടു നിൽക്കുക. അതാരും ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഓപ്പണായിട്ട് നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പറയാൻ സാധിക്കണം. അതായത് നമുക്ക് ഞാൻ വാല്യൂഡ് ആണ് എന്ന് തോന്നിയാൽ മാത്രമേ നമുക്ക് പിന്നെ മറ്റൊരാൾ നമ്മെ അടിമയാക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഊരി പുറത്തു വരാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്കറിയാം, പലപ്പോഴും വർക്ക് പ്ലേസിലായിക്കോട്ടെ പലയിടത്തും ചില ആളുകൾ ബുള്ളി ചെയ്യും, ചില ആളുകളെ സപ്രസ് ചെയ്യും, ഇല്ലേ? നമുക്കറിയാം, അവർക്ക് അനുഭവങ്ങളായിരിക്കും. അതിപ്പോ സബോർഡിനേറ്റ് അല്ലെങ്കിൽ നമ്മുടെ സുപ്പീരിയർ ഓഫീസേഴ്സ്, ഇറ്റ് ഈസ് ദർ ടെക്നിക്കലി പ്രൊഫഷണലി അത് അവിടെ ഉണ്ടാവും എന്ന് കരുതി നമ്മുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സുപ്പീരിയർ നമ്മൾ എന്താ പറയാ, ഒരു സുപ്പീരിയർ ഓഫീസർ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ഞാൻ സപ്പോസ് ഞാൻ ഐ വർക്കിംഗ് ഇൻ എ കമ്പനി സംഭവം, അവിടെ എൻ്റെ മാനേജർ എൻ്റെ മിസ്റ്റേക്കുകളെ എനിക്ക് തിരുത്തി തന്നെ എന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നെ സഹായിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. നേരെ മറിച്ച് നാലാളെ ഇട്ടിട്ട് പിന്നെ നമ്മളെ അങ്ങ് പിന്നെ ഇല്ലാതാക്കി കളയുന്ന രീതിയിൽ നമ്മളെ ആത്മാർത്ഥത്തെ ചോദ്യം ചെയ്തിട്ട് അദ്ദേഹം അത് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് അവിടെ ചോദ്യം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് എപ്പോഴും നമുക്ക് ചോദ്യം ചോദിക്കാം. ആളുടെ വാക്കുകൾ കേൾക്കുമ്പോഴേക്കും ഞാൻ എന്നെ കൊണ്ട് ഇത്രയാണ്, പണ്ടും ഞാൻ കുറെ തോറ്റിട്ടുണ്ട്, എനിക്ക് ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് അതങ്ങ് എടുക്കുന്നതിന് പകരം ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യണം. അവിടെ ന്യായീകരിക്കാനൊന്നും പോരുത്. അതാണ് ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാൾ, ഹി വിൽ അഡ്മിറ്റ്, ഒരിക്കലും അദ്ദേഹം അതിനെ റാഷണലൈസ് ചെയ്യില്ല, അതിനെ ന്യായീകരിക്കാൻ പോവില്ല. അദ്ദേഹം അതിനെ അഡ്മിറ്റ് ചെയ്യും, ബട്ട് ഹി വിൽ ട്രൈ ടു കറക്റ്റ്. അത് ഉള്ളിൽ എടുക്കൂല. ഐ ആം ഫെയിലിയർ എന്ന് പറയില്ല. ഓക്കെ, ഐ ഹാഡ് ഡൺ എ മിസ്റ്റേക്ക്, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി, അബദ്ധം പറ്റി എന്ന് കരുതി ഞാൻ എന്തല്ല, ഐ എം നോട്ട് എ ഫെയിലിയർ. അതുപോലെ തന്നെ ഒരു സക്സസ് ഉണ്ടാകുമ്പോൾ അത് എനിക്കൊരു ഇതുണ്ടായിട്ടുണ്ട് എന്ന് കരുതി ഒരിക്കലും അവർ എന്തെങ്കിലും അറഗൻ്റ് ആവില്ല ഒരു സക്സസ് ഉണ്ടാകുമ്പോഴേക്ക്. കാരണം ഹി വിൽ ആ ഒരു മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ നേട്ടങ്ങളെ മുന്നോട്ടുള്ള അല്ലെ ഫെയിലിയറുകൾ മുന്നിലുള്ള ചവിട്ടുപടി എന്ന പോലെ തന്നെ നേട്ടങ്ങൾ എന്നുള്ളത് കുറച്ചും കൂടി കൂടുതൽ മുന്നേറാനുള്ള ഒരു പ്രചോദനമായിട്ടാണ് അവർ ഇത്രയും കാലങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഏതായാലും ഞാൻ പിന്നെ ഇതൊരു വലിയൊരു ടോപ്പിക്കാണ്. കൂടുതൽ എക്സാമ്പിൾ നമുക്ക് ആവശ്യത്തിൽ പറഞ്ഞ് അല്ല സമയം നമുക്ക് അവിടെ ഇല്ല. അപ്പോൾ ഒരു പരിധി വരെ ഞാൻ ഈ ഒരു ടോപ്പിക്കിനോട് നീതി പുലർത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉത്തരം തരാവുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും. ഏതായാലും നിങ്ങളുടെ വില ഏറിയ ഫീഡ്ബാക്കുകൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ പ്രതീക്ഷിക്കുകയാണ്. ഏതായാലും ഇത്രയും നേരം എന്നെ ശ്രമിച്ച മുഴുവൻ ആളുകൾക്കും ഞാൻ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ കൺക്ലൂഡ് ചെയ്യാണ്. താങ്ക് യു ആൾ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഹലോ സർ. സർ ഇപ്പൊ ഏത് സ്ഥലത്താണ് ഉള്ളതെന്ന് പറഞ്ഞത്? ഞാൻ മറന്നു കേട്ടോ പ്ലേസ്. ഞാൻ മാൽഡീവ്സിലാണ്. മാലദ്വീപില് അധ്യാപകനാണ്, ഫിസിക്സ് അധ്യാപകനാണ്. അപ്പൊ ഇവിടെ സെക്കൻഡറി അധ്യാപകനാണ്. എന്താ പറയാ, ഞാൻ ആരും കൂടെ പറയാം, എനിക്ക് മോർണിംഗ് ഇതിൽ എല്ലാ ദിവസവും എനിക്ക് കയറാൻ സാധിക്കാറില്ല. കാരണം ഞാനൊരു ഇവിടെ നമുക്ക് സ്കൂളിന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് 6:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഉച്ചവരെ ഇവിടെ സ്കൂളുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്തേക്ക് ഒരുങ്ങി റെഡി ആയി വരണമെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും പറ്റില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഫ്രൈഡേ സാറ്റർഡേ എന്നുള്ള നമുക്കിവിടെ ഫ്രൈഡേ സാറ്റർഡേ ആണ് ഹോളിഡേ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് എന്താ പറയാ, നിങ്ങൾ പലപ്പോഴും ചിലപ്പോൾ എന്നെ മോർണിംഗ് സർക്കിൾ എന്നെ കാണാറുണ്ടാവില്ല.
ഇതാണ് അതിന്റെ കാരണം എന്ന് കൂടെ പറയാൻ ആഗ്രഹിക്കുക. താങ്ക് യു സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാറിന്റെ ക്ലാസ്. ഒരുപാട് പോയിന്റ്സ് സാർ പറഞ്ഞു ഈ ഒരു സമയത്തിനുള്ളിൽ. സാറിന്റെ കുറെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ എക്സ്പീരിയൻസും. ഓക്കെ, താങ്ക് യു സജന മാം. ഏതായാലും ഞാൻ നമ്മളെ വിമ്പിളുടെ ഫൈസൽ സാറ്, അതുപോലത്തെ ഇതിൻ്റെ കോർഡിനേറ്ററായ സജന മാം, എല്ലാവരെയും ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയതിന് പ്രത്യേകം എൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങളെ അവരെ അറിയിക്കുകയാണ്. സോ യു ക്യാൻ സെലിബ്രേറ്റ് ദിസ് അപ്രീഷിയേഷൻ ബൈ യുവർ സെൽഫ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും ആർക്ക് വേണമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് പറയാം. ജസ്റ്റ് നോട്ട് ഓൺലി പോസിറ്റീവ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ ചോർത്തോളം നെഗറ്റീവ്സ് വന്നാലും ഐ അഡ്മിറ്റ് ഇറ്റ്, ബട്ട് ഐ വിൽ ട്രൈ ടു ഇംപ്രൂവ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. സാർ നല്ല ക്ലാസ് ആയിരുന്നു. ഒരു ഇത് പറഞ്ഞിരുന്നല്ലോ സാറ്, എന്താ പറയാ, ഒരു സബോർഡിനേറ്റിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്. അതൊക്കെ സത്യമാണ്. സ്കൂളുകളിലും ഓഫീസുകളിലും ഒക്കെ പല ടീച്ചേഴ്സും പലരും ഇത് ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഒക്കെ വന്ന് പറയണതാണ് എപ്പോഴും. തീർച്ചയായിട്ടും അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുമാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു. അവരെ പോലെ ക്വാളിഫൈഡ് ആയിട്ട് തന്നെയാണ് നമ്മളവിടെ എത്തുന്നത് ബേസിക്കലി. അപ്പൊ പിന്നെ അവരെ മേലെ എന്തില്ല, നമ്മുടെ മേലെ അവർക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, നമ്മുടെ പ്രൊഫഷണൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് എന്ത് ചെയ്യാം, നമ്മൾ കറക്റ്റ് ചെയ്യാം. നേരെ നമ്മൾ എന്ന വ്യക്തി നമ്മൾ ഇൻഡിവിജ്വലി ഡിഫറെൻ്റ് ആണ്, ഇൻഡിവിജ്വൽ ഫ്രീഡം ഉള്ള ആളാണ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഒരു പരിധിയിൽ എപ്പോഴും ഒരാളെ എന്ത് ചെയ്യണ്ട, നമ്മുടെ പേഴ്സണൽ ഇതിലേക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്യാനേ സമ്മതിക്കരുത്. അതെപ്പോഴാന്ന് വെച്ചാൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പറയാൻ വിട്ടതാണ്. നമ്മുടെ സംസാരങ്ങൾ ആവശ്യത്തിന് വേണ്ടി മാത്രമാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എപ്പോഴും നമുക്ക് മറ്റുള്ളൊരു ഡിസ്റ്റൻസ് കിട്ടും. ഇല്ല, നമ്മൾ ആവശ്യത്തിനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആളാണെങ്കിൽ ദേവിൽ അവർ നമ്മളെ പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മളെ വിലയിരുത്തും. ഇങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞു, ഗ്രേഡ് ചെയ്യും. ദേവിൽ ഗ്രേഡേഴ്സ്. അങ്ങനെ അവർ ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ഇങ്ങനെയാന്ന് പറഞ്ഞോടുകൂടി അപ്പം എന്താ വെച്ചാൽ പിന്നെ അതോടുകൂടി പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവരുടെ ഒരു അതിലേക്ക് അങ്ങ് പോകും. അവർ ഫസ്റ്റ് ബുള്ളി ചെയ്യുമ്പോൾ തന്നെ പറ്റില്ലെങ്കിൽ നമ്മുടെ മുഖം ഒന്നും മാറാൻ തന്നെ അതോടുകൂടി അവർ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മളൊരു പേഴ്സണൽ നമ്മൾ പറയാറുണ്ട്, നമുക്ക് ചില സോണുകളുണ്ട്, പേഴ്സണൽ സോഷ്യൽ സോൺ. നമ്മുടെ പേഴ്സണൽ സോണിലേക്ക് പേഴ്സണൽ സോൺ വരാൻ പാടില്ലാത്ത നമ്മളെ മക്കൾ, ഭാര്യ, ഒരാൾ വരേണ്ടതില്ല, ആരും ആയിക്കോട്ടെ. അവരെ നമുക്ക് അത് ഒരു നിലക്കും അവർക്ക് എൻട്രി നമ്മൾ കൊടുക്കേണ്ടത്, വോക്കലി ആയിക്കോട്ടെ മറ്റെന്തും ആയിക്കോട്ടെ, അവർ എൻട്രി കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞത്. അതെ സാർ, താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. ഞാൻ ലാസ്റ്റ് ആണ് കേട്ടോ ജോയിൻ ചെയ്ത്. അതിനുള്ള സമയം എനിക്ക് കിട്ടിയ കണ്ടന്റ് വളരെ ഉപകാരപ്രദമായിരുന്നു. താങ്ക് യു സാർ. ഓക്കെ, വെൽക്കം വെൽക്കം. ഇനി ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ അറിയിക്കുക. നമുക്കിപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ സാർ? സാർ മ്യൂട്ടാണ് സാർ. സാർ മ്യൂട്ടാണ് സാർ. സോറി. ഇബ്രാഹിം ട്രയോറ എന്നാണ് ആളുടെ പേര്. അദ്ദേഹം ബുർക്കിന ഫാസോ എന്ന് പറയുന്ന ഒരു പിന്നെ അവിടുത്തെ എന്താ പറയാ മിലിറ്ററിയിലൂടെ കടന്നു വന്ന് ചില അട്ടിമറികളൊക്കെ ഉണ്ടായി. ഞാൻ അവസാനം എത്തിപ്പെട്ട ഒരാളാണ്. ഞാൻ എന്തെങ്കിലും ഒരു ഷോട്ട് അദ്ദേഹത്തിന്റെ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഷോർട്ട് വീഡിയോ ഞാൻ ഷെയർ ചെയ്യാം, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഞാൻ ഒരു പേഴ്സണെ പറയുമ്പോൾ ആളുടെ 100% പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കരുത്. ഓഫ് കോഴ്സ് അറിയാലോ, മനുഷ്യന്മാരാണ്. പക്ഷേ ഐ ട്രൈ ടു ഫോക്കസ് ഓൺലി ഓൺ ഹിസ് പോസിറ്റീവ്സ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സർ. വെൽക്കം. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു മാം.
താങ്ക് യു ഓൾ.